നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട്. ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും. സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റേത്. 4 മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കും യൂട്യൂബ് ചാനലുണ്ട്. വീട്ടിലെ വിശേഷങ്ങളും യാത്രാ വീഡിയോകളും സിന്ധു കൃഷ്ണ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് സിന്ധുവിന്റെ വീഡിയോകളുടെ കാഴ്ചക്കാർ. മക്കൾ 4 പേരിൽ മിക്കപ്പോഴും ചർച്ചയാകാർ ദിയ കൃഷ്ണയാണ്. ഗർഭിണിയാണ് ദിയ. കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെ വിവാഹം. ഇതോടുകൂടി ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് താരകുടുംബം. എന്നാൽ കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പങ്കുവച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. സിന്ധു കൃഷ്ണ തന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ് വൈറലായി മാറുന്നത്. ഒരു സഹോദരി മാത്രമേ കൂടപ്പിറപ്പായി സിന്ധുവിനുള്ളൂ. എന്നാൽ സഹോദരി പിറക്കും മുമ്പ് ഒരു അനുജൻ പിറന്നിരുന്നുവെന്നും ആശുപത്രിക്കാരുടെ ശ്രദ്ധക്കുറവ് മൂലം ആ സഹോദരനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുമാണ് സിന്ധു പറയുന്നത്. സഹോദരി സിമിയെക്കുറിച്ച് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് സഹോദരനെ കുറിച്ച് സിന്ധു വെളിപ്പെടുത്തിയത്. അനിയത്തി പിറക്കുമ്പോൾ ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടായി നിന്നിരുന്നത് താനാണെന്നും സിന്ധു പറയുന്നു. 1977 എനിക്ക് അനിയത്തി ജനിച്ചത്. ഞാനും സിമിയയും തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. എന്നെയും സിമിയെയും കൂടാതെ അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ആ കുഞ്ഞ് പിറന്നത്. ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ 6-7 വയസ്സ് മാത്രമേ ആ കുട്ടി ജീവിച്ചുള്ളൂ. 6-7 ദിവസം മാത്രമേ ആ കുട്ടി ജീവിച്ചുള്ളൂ. ആശുപത്രിക്കാർ കത്രിക ഉപയോഗിച്ചിലെ പിഴവ് മൂലം ടെറ്റനസ് പോലുള്ള അവസ്ഥ വന്നാണ് കുഞ്ഞു മരിച്ചത്. ഈ അറിവെല്ലാം അമ്മ പറഞ്ഞു കേട്ടുള്ളതാണ്. ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പിന്നീട് ഒരു അനിയത്തി പിറക്കുമായിരുന്നില്ല. കഴിഞ്ഞ ഒരു 20 വർഷമേ ആയിട്ടുള്ളൂ കൂടുതൽ കുട്ടികളെ ആളുകൾ ഓപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ട്. അതിനു മുമ്പൊക്കെ 1-2 കുട്ടികൾ മാത്രമേ എല്ലാ വീട്ടിലും ഉണ്ടാകുമായിരുന്നുള്ളൂ. വളരെ വിരളമായി മാത്രമേ 3 കുട്ടികളുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ UKGയിൽ പഠിക്കുമ്പോഴാണ് സിമി ജനിച്ചത്. അന്ന് അച്ഛൻ വിദേശത്തായിരുന്നു. ഞാനും അപ്പച്ചനുമായിരുന്നു ഡെലിവറി സമയത്ത് അമ്മയ്ക്കുണ്ടായിരുന്ന കൂട്ട്. ഒരു സഹോദരനെയോ സഹോദരിയെയോ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് സിമി ജനിച്ചത്. സിമിയെ ഓവറായി കെയർ ചെയ്യുന്ന സിസ്റ്ററായിരുന്നു ഞാൻ. ഊട്ടിയിൽ എനിക്കൊപ്പം പഠിക്കാൻ അവളെയും ചേർത്തപ്പോൾ അവളെ കുളിപ്പിച്ചിരുന്നത് വരെ ഞാനായിരുന്നു. എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ബോർഡിംഗിലായിരുന്നപ്പോൾ അവിടെയുള്ള ആയമാരായിരുന്നു ഞങ്ങളെ കുളിപ്പിച്ചിരുന്നത്. അവർ ശ്രദ്ധിക്കാത്തതിനാൽ കണ്ണിൽ സോപ്പൊക്കെ പോകുമായിരുന്നു. അത് അനിയത്തി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അവളെ കുളിപ്പിച്ചു. 3-ാം ക്ലാസ് മുതലാണ് അവളും ഞാനും ഒരു സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത്. സിമിക്ക് ഇപ്പോൾ 48 വയസ്സുണ്ട്. ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സിമിക്ക് പൊക്കം വെച്ചു. അതെന്റെ ഈഗോയെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും സിന്ധു ഓർത്തെടുക്കുന്നു. സിമിയുടെ മകൾ തൻവി കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ സ്ഥിരമായി പിന്തുടരുന്നവർക്ക് സുപരിചിതയാണ്. സിമിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് തൻവി. കാനഡയിൽ മകനൊപ്പം സെറ്റിൽഡായ തൻവി ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തൻവിയും സിംഗിൾ മദറാണ്. ആകെ 26 വയസ്സ് മാത്രമാണ് തൻവിയുടെ പ്രായം. വളരെ നല്ല പ്രായത്തിൽ വിവാഹം ചെയ്യുകയും ആ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് മകനെ പൊന്നുപോലെ വളർത്തി തന്റെ ജീവിതവുമായി മുന്നേറുകയാണ് തൻവി സുധീർ ഘോഷ്. പുനർവിവാഹിതയായ സിമിക്ക് തൻവിയെ കൂടാതെ വേറെയും 2 ആൺമക്കളുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞിട്ട് കാനഡയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ കാനഡയിലേക്ക് പോകും മുമ്പ് ഒരാളുമായി ഇഷ്ടത്തിലായി. മുമ്പുണ്ടായ ബ്രേക്കപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിന് ആ സമയത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ടെൻഷൻ കാരണം വിവാഹം കഴിച്ചു. പിന്നാലെ കുഞ്ഞുണ്ടായി. ശേഷം ഞാൻ കാനഡയിലേക്ക് പോയി. അദ്ദേഹം കാനഡയിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസവും എന്നും തൻവി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു. കുഞ്ഞ് ജനിച്ച് 10 ദിവസത്തിനുള്ളിൽ ശേഷം ജോലി ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രസവാനന്തര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി. അന്ന് സഹായിച്ചത് ഒരു കാനഡിയൻ സ്ത്രീയാണ്. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം ദുസ്സഹമാകുമായിരുന്നു. കാനഡയിൽ വെച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്നെ പൈസയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുവെന്ന തരത്തിൽ സംസാരങ്ങളുണ്ടായി. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആദ്യമൊക്കെ അമ്മ കാശൊക്കെ തന്ന് സഹായിച്ചിരുന്നു. പക്ഷെ കാനഡയിലെത്തി വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായപ്പോൾ വീട്ടുകാരോട് വീണ്ടും പണം സഹായം ചോദിക്കാൻ തോന്നിയിരുന്നില്ല. അതൊക്കെ മോശമായി തോന്നി. മകൻ ലിയാന്റെ അച്ഛൻ ബുദ്ധിമുട്ടിന്റെ സമയങ്ങളിൽ പണം തന്ന് സഹായിച്ചിരുന്നു. പക്ഷെ അതിനെല്ലാം അയാൾ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ സഹായം സ്വീകരിക്കാതെയായി. അതിനുശേഷം ലിയാന്റെ അച്ഛൻ കാനഡയിലേക്ക് വന്നു. കോ പാരന്റിംഗ് ചെയ്യാമെന്ന് ധാരണയായെങ്കിലും കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാനും മോശമായി പെരുമാറാനും തുടങ്ങി. അപ്പോൾ ആ ബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നീട് അയാൾ എനിക്കും എതിരെ കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്. ഒപ്പം വിവാഹമോചനത്തിനുള്ള നടപടികളും തുടങ്ങി. പതിയെ എല്ലാം ശരിയാകുമെന്നാണ് പ്രതീക്ഷ. തുടക്കകാലങ്ങളിൽ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരിടത്ത് ഏൽപ്പിച്ച് ജോലിക്ക് കയറാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. ഡേ കെയറുകൾ തിരക്കി ഒത്തിരി അലിഞ്ഞു. പക്ഷെ തീരെ ചെറിയ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആരും വന്നില്ല. ആ സമയങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ കാനഡിയൻ സ്ത്രീയാണ് സഹായത്തിനെത്തിയത്. അവരോട് മാത്രം ബഹുമാനമുണ്ട്.
കഷ്ടപ്പാടിന്റെ കാലങ്ങൾക്ക് ശേഷം വാൾമാർട്ടിൽ ജോലിക്ക് കയറി, ഭാഗ്യത്തിന് കിട്ടി. ഇന്ന് ഞാൻ നല്ല പൊസിഷനിലാണ്, നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്നാണ് തന്റെ ജീവിതത്തെക്കുറിച്ച് തൻവി പറഞ്ഞത്. അടുത്തിടെ ബോർഡിംഗ് സ്കൂളിലെ ജീവിതം എങ്ങനെയായിരുന്നു, പേരൻസിനെ മിസ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സിന്ധുകൃഷ്ണ പറഞ്ഞ വാക്കുകളും വൈറലായി മാറിയിരുന്നു. ബോർഡിംഗ് സ്കൂൾ എന്താണെന്ന് പോലും വലിയ വിവരമില്ലാത്ത ഒരു കാലത്താണ് ഞാൻ അവിടെ എത്തിയത്. അഡ്മിഷൻ കിട്ടിയതൊക്കെ വലിയ കഥയാണ്. എനിക്കിഷ്ടമായിരുന്നു ആ ജീവിതം. എന്റെ വീട്ടിലെ അന്നത്തെ അന്തരീക്ഷത്തിലേക്കാളും കുറച്ചുകൂടെ രസമായിരുന്നു ബോർഡിംഗ് സ്കൂൾ. അവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയിരുന്നു എനിക്ക്. സ്വന്തമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ നമുക്ക് സ്മാർട്ടാവാൻ പറ്റും. എത്രയോ പേരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ധാരാളം ബുള്ളിംഗ് ഒക്കെ നടക്കും അവിടെ. എന്നാലും നമ്മൾ നിൽക്കാൻ പഠിക്കും. സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പക്വത കിട്ടും. പേരൻസിനെ മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, അവരെ മിസ് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാൽ ബോർഡിംഗ് സ്കൂളും പഠനവും ഫ്രണ്ട്സും ഒക്കെയായി ഞാൻ ഹാപ്പി ആയിരുന്നു. പാട്ടിലും ഡാൻസിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു. വെക്കേഷൻ കഴിഞ്ഞു പോയാൽ ആദ്യത്തെ 3-4 ദിവസം ഹോം സിക്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഓക്കെ ആവും. നല്ല ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റുമായിരുന്നു. സങ്കടപ്പെട്ടിരിക്കാനൊന്നും സമയം കിട്ടില്ല. ബോർഡിംഗ് സ്കൂൾ എനിക്കിഷ്ടമാണ്. എൻ്റെ പിള്ളേരെയൊന്നും ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് മക്കളായ സമയത്ത് ബോർഡിങ്ങിലൊക്കെ വിടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അത്രയും എക്സ്പെൻസീവ് ആണ്. ബോർഡിങ്ങിൽ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരുന്നില്ല. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ ഞാൻ പൊസസീവ് ആയിരുന്നു. അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്നായിരുന്നു. അതും ഒരു കാരണമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. മസ്കറ്റിലായിരുന്നപ്പോൾ 2 വർഷം ഡേ സ്കോളറായി പോയി വരികയുമായിരുന്നു. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂൾ ബസ്സിനായി ഓടുന്നു. ബസ് യാത്രയൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സ്കൂളിലെത്തും മുൻപേ ആകെ വയ്യാതെയാവും. ഡാൻസ് പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാറേയില്ലായിരുന്നു. പ്രാക്ടീസിനൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു. അതിനാൽ തന്നെ ആ ജീവിതം അത്ര ഇഷ്ടവുമായിരുന്നില്ലെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോയും സിന്ധു പങ്കുവച്ചിരുന്നു. 3 മക്കൾക്കും തന്റെ 2 കൂട്ടുകാരികൾക്കൊപ്പമായിരുന്നു യാത്ര. കോവിഡിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത്. കോവിഡ് വരെ ഞാൻ കൺട്രോളിലായിരുന്നു. കോവിഡിന് ശേഷം വീട്ടിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ വെച്ചു. വ്യായാമം കുറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ കാറിൽ പോകും. കുറച്ചുനാൾ യോഗയുണ്ടായിരുന്നു. അപ്പോൾ 3-4 കിലോ കുറഞ്ഞു. പക്ഷെ രാവിലെ ഉറക്കം ഒഴിവാക്കി യോഗ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് യോഗ ഇൻസ്ട്രക്ടർ ഹിമാലയൻ ടൂർ പോയി. പിന്നെ മടിയായി നിർത്തി. ജിമ്മിൽ ജോയിൻ ചെയ്യാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.